നോബാർ എന്ന കഥ എഴുതിയിരിക്കുന്നത് ജയപ്രകാശ് കർദമാണ്. ഇദ്ദേഹം ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ കഹാനിക്കാർ അല്ലെങ്കിൽ സ്റ്റോറി റൈറ്ററാണ്. അനുവാദക്കാർ, കഹാനിക്കാർ, ഉപന്യാസക്കാർ ആദി കെ റൂപ് മേ ഭി വേ ജാനെ ജാത്തെ ഹെ. അതായത് ഇദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററും സ്റ്റോറി റൈറ്ററും എസ്സേ റൈറ്ററും കൂടിയാണ്. വേ ഹിന്ദി കെ പ്രസിദ്ധ ദലിത് സാഹിത്യകാർ ബി ഹെ. ഇദ്ദേഹം ഹിന്ദിയിലെ തന്നെ പ്രശസ്തനായ ഒരു ദലിത് സാഹിത്യകാരൻ കൂടിയാണ്. उन्होंने अपना जीवन संघर्ष के साथ बिताया, इसलिए उनकी रचनाओं में भी संघर्ष देख सकते हैं. അതായത് ഇദ്ദേഹം തൻ്റെ ജീവിതം സംഘർഷഭരിതമായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് ആ ഒരു സംഘർഷം കാണാൻ സാധിക്കും. നോബാർ ജയപ്രകാശ് കർദം കി പ്രമുഖ രചന ഹെ. ഇദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനയാണ് നോബാർ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് കടക്കാം. ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രമുഖ പാത്ര എന്ന് പറയുന്നത് രാജേഷ് ആണ്. ഈ രാജേഷ് എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വെൽ സെറ്റിൽഡ് ആണ്. ഒരു നല്ല എഡ്യൂക്കേറ്റഡും വെൽ ക്വാളിഫൈഡുമായ ഒരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹം സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാബാബ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും താമസിക്കുന്നത് ഗാവ് മെഹെ, അതായത് വില്ലേജിലാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. ജോലി ചെയ്യേണ്ട കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹം ഒറ്റയ്ക്ക് സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ രാജേഷ് സമാചാർ പത്ര പഠ് രഹേ തെ. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. അതിനിടയിൽ ഇദ്ദേഹം ഒരു പരസ്യം കാണുകയാണ്. അതായത് മാട്രിമോണിയലിൻ്റെ ഒരു പേജിൽ ഒരു ന്യൂസ് കണ്ടു. അതിൽ കൊടുത്തിരിക്കുന്നത് ലഡ്കി കി ആയു, ശൈക്ഷണിക് योग्यता आदि का विवरण, उसके साथ ही कास्ट നോബാർ लिखा था. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ വയസ്സും അവളുടെ ശൈക്ഷണിക് യോഗ്യത, അതായത് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൂടാതെ കാസ്റ്റ് നോബാർ എന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് നോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് നോക്കാതെ, കാസ്റ്റ് ഏതായാലും പ്രശ്നമില്ല, ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ അന്വേഷിച്ച് വരുന്ന ആ ഒരു ചെറുക്കൻ്റെ കാസ്റ്റ് ഏതായാലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് കാസ്റ്റ് നോബാർ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വായിച്ചതും നമ്മുടെ രാജേഷ് ആ ഒരു ന്യൂസിൽ ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ഈ ലെറ്റർ എഴുതുന്ന ടൈമിൽ തൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനും മെൻഷൻ ചെയ്തു. പക്ഷേ കാസ്റ്റ് അവിടെ മെൻഷൻ ചെയ്യാതെ നമ്മുടെ രാജേഷ് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛന് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കത്തയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കത്തയച്ചതിന് ശേഷം 1.5 സപ്താഹ കെ ബാദ് രാജേഷ് കോ പത്ര കാ ജവാബ് മില. അപ്പോൾ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആഴ്ച, 1.5 ആഴ്ച എന്ന് പറയുന്നത് 1.5 സപ്താഹ്. 1.5 സപ്താഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആഴ്ച. 1.5 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ രാജേഷിന് ആ ഒരു ലെറ്ററിൻ്റെ ആൻസർ കിട്ടുകയാണ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അഡ്രസ്സും, അപ്പോൾ വീട്ടിലേക്ക് അവർ ക്ഷണിക്കുന്ന രീതിയിലുള്ള ഒരു കത്തായിരുന്നു അത്. അങ്ങനെ രാജേഷിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം രാജേഷ് അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ബ്രാഹ്മണനാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്ന ആ ഒരു സ്ത്രീ കായസ്ഥ പരിവാർക്കി ഹെ, അതായത് ഒരു ജാതിയാണ് കായസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ബ്രാഹ്മണനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കായസ്ഥ ആയിരുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് शादी का निर्णय लेने से पहले ही लड़का और लड़की आपस में बातचीत करके जान पहचान करने का അവസർ ബി ലഡ്കിക്ക് പിതാ ദേത്തെ ഹെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ രാജേഷിനോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനുമുള്ള ആ ഒരു സമയം തരും, അതിനുശേഷം നമുക്ക് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ ആലോചിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ രാജേഷും ആ ഒരു പെൺകുട്ടിയുടെ പേര് അനിത എന്നാണ്. അപ്പോൾ രാജേഷും അനിതയും ഇതിനിടയിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ പഴകി. രണ്ടുപേരും ഓരോരാൾക്കാരെയും കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചു.
അങ്ങനെ അവർ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ അനിത തൻ്റെ അച്ഛനോട് പോയിട്ട് ആ ഒരു കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവൾക്ക് ഒബ്വിയസ്ലി ആ ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ രാജേഷിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവള് ഓക്കെ പറഞ്ഞു ആ കല്യാണത്തിന്. ആ ഒരു കല്യാണത്തിൻ്റെ ഡിസിഷൻ ഉറപ്പിച്ചതോടുകൂടി നമ്മുടെ രാജേഷ് അവൻ്റെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി അവൻ്റെ വില്ലേജിലേക്ക് പോവുകയാണ്. അപ്പോൾ വില്ലേജിൽ ചെന്നതും അച്ഛനും അമ്മയോടും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷവാന്മാരായി. അപ്പോൾ അതിനിടയിൽ നമ്മുടെ രാജേഷിനോട് അവൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, നീ അവരോട് നിന്റെ കാസ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു? പക്ഷേ രാജേഷ് അതിന് മറുപടി നൽകുകയാണ്, ഞാൻ അതൊന്നും പറഞ്ഞില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സിറ്റിയിലുള്ള അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാസ്റ്റിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല. അവർ ആൾക്കാരുടെ യോഗ്യതയും അവരുടെ ക്വാളിഫിക്കേഷനെയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെയും ഒക്കെയാണ് നോക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഹിന്ദിയിൽ പറയുമ്പോൾ പഠേ ലിഖേ ഔർ शिक्षित समाज में व्यक्ति को जाति से नहीं उनकी शिक्षा, योग्यता और आर्थिक സ്ഥിതി से माना जाता है. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ആൾക്കാരെ വിലയിരുത്തുന്നത് അവരുടെ കാസ്റ്റ് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയും എഡ്യൂക്കേഷനെയും ക്വാളിഫിക്കേഷനെയും കൊണ്ടാണ്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ രാജേഷിൻ്റെ അച്ഛൻ അവനെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നീ അറ്റ്ലീസ്റ്റ് നിന്റെ കാസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ നന്നായിരിക്കും. പക്ഷേ ഇതിനെ എതിരായിട്ടാണ് നമ്മുടെ രാജേഷ് സംസാരിക്കുന്നത്. രാജേഷ് വീണ്ടും പറയുന്നു, നല്ല സംസ്കാരിയും സഭ്യരുമായ ആൾക്കാർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഒന്നും ചിന്തിക്കില്ല, അവർ അങ്ങനെയൊന്നും വിലയിരുത്തുന്ന ആൾക്കാരല്ല എന്ന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ शादी तय करने के लिए अनिता के पिता राजेश को अपने घर में आने का निमंत्रण देता है. അപ്പോൾ അങ്ങനെ കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാജേഷിനെ അനിതയുടെ അച്ഛൻ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ എന്തായാലും മരുമകനാകാൻ പോകുന്ന ആളല്ലേ, അപ്പോൾ നല്ല രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ അവർ ഒരുപാട് സംസാരിച്ചു. വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാവർക്കും രാജേഷിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അവൻ നല്ല ക്വാളിഫൈഡും എഡ്യൂക്കേറ്റഡും നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വെൽ സെറ്റിൽഡ് ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു രാജേഷിനെ. അങ്ങനെ വീട്ടിൽ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം അവർ രാജേഷിനെ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു രാജേഷും പെൺകുട്ടിയുടെ അച്ഛൻ, അതായത് അനിതയുടെ അച്ഛനും സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. സംസാരിച്ചു വന്നപ്പോൾ അവർ ഒരു ടോപ്പിക്കിൽ എത്തിച്ചേർന്നു. അവർ സംസാരിച്ച ടോപ്പിക്ക് ദേശ് കെ സർക്കാർ ഔർ രാജനീതി ആദി പർ ചർച്ച കർത്തേ ഹെ. അതായത് ആ ഒരു രാജ്യത്തെ സർക്കാരിനെയും അവിടുത്തെ രാജനീതിയെയും കുറിച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അതിനിടയിൽ എപ്പോഴോ നമ്മുടെ രാജേഷ് പറയുന്നുണ്ടായിരുന്നു, बीच में राजेश कहता है कि पहले दलित की अपनी पार्टी नहीं होती थी, लेकिन आज उनकी अपनी पार्टी है. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാജേഷ് പറയുകയാണ്, പണ്ടൊക്കെ ദലിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടായിരുന്നില്ല, ഇപ്പം പാർട്ടി ഉണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ രാജേഷ് ഒരു ദളിത വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് നമുക്കിതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ പെൺകുട്ടിയുടെ, അതായത് അനിതയുടെ അച്ഛന് ഡൗട്ട് തോന്നുകയാണ്. സന്ദേഹ് ഹോത്താ ഹെ. അപ്പോൾ അദ്ദേഹത്തിന് ഡൗട്ട് തോന്നുകയാണ്, നമ്മുടെ ഈ ഒരു രാജേഷ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ദളിത വിഭാഗത്തെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ പെൺകുട്ടിയുടെ അച്ഛനും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനിതയും കൂട്ടി വീട്ടിൻ്റെ ഒരു റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഈ ഒരു രാജേഷ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റാണ്, ഇവൻ്റെ കാസ്റ്റിനെ പറ്റിയിട്ട് നീ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് നമ്മുടെ അനിത പറയുകയാണ്, ഇല്ല, രാജേഷ് നല്ല ചെറുപ്പക്കാരനല്ലേ, ഇവൻ നല്ല ക്വാളിഫൈഡ് ആണ്, എനിക്കും ഇഷ്ടമാണ്, നല്ല എഡ്യൂക്കേറ്റഡ്, വെൽ സെറ്റിൽഡ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ്, നല്ലൊരു ക്യാരക്ടറാണെന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ആഡിൽ
കൊടുത്തിരിക്കുന്നത് നോബാർ എന്നല്ലേ, പിന്നെ അത് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ കാസ്റ്റിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ സംസാരിച്ചില്ല എന്ന് അനിത അവളുടെ അച്ഛനോട് പറയുകയാണ്. അപ്പോൾ ഈ അനിതയുടെ ഈ ഒരു സംസാരത്തിന് മറുപടിയായിട്ട് അവളുടെ അച്ഛൻ പറയുകയാണ്, നമ്മൾ കാസ്റ്റ് നോബാർ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ സമ്മതിക്കുന്നു, നമ്മൾ കാസ്റ്റ് നോക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തിയുടെ ക്വാളിഫിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി കാസ്റ്റ് നോബാർ എന്നതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നത് കിസി ചൂടെ ചമാർ സെ ഷാദി എന്നല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളുടെ കൂടെ അല്ലെങ്കിൽ കണ്ട അങ്ങനത്തെ ഒരു ടൈപ്പ് ആളുടെ കൂടെ കല്യാണം എന്ന രീതിയിലല്ലല്ലോ എന്ന് ഇവളുടെ അനിതയുടെ അച്ഛൻ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അനിതയുടെ അച്ഛൻ്റെ ചിന്താഗതി ഏതൊരു ടൈപ്പിലാണെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത്രയൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ അനിത ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. തൻ്റെ അച്ഛൻ മുൻപൊക്കെ കാസ്റ്റ് ഏതായാലും കുഴപ്പമില്ല, കാസ്റ്റിൽ നിന്നല്ല ഒരാളുടെ വ്യക്തിത്വത്തെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എബിലിറ്റീസും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറുന്നത് കണ്ടിട്ട് നമ്മുടെ അനിത ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അവളുടെ അച്ഛൻ വീണ്ടും ഇതൊക്കെ പിന്നെയും പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു ചെറുപ്പക്കാരനായ നമ്മുടെ രാജേഷിൻ്റെ കാസ്റ്റിനെ പറ്റിയൊക്കെ അവളോട് ചോദിച്ചു. ഇതോടുകൂടി ഈ ഒരു കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ എത്രയൊക്കെ കാസ്റ്റ് നോബാർ എന്ന് പറഞ്ഞ് ആൾക്കാർ ഇടുന്നുണ്ടെങ്കിലും പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരുടെയും മനസ്സിൽ ഇന്നും ആ ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കാസ്റ്റ് നോബാർ എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഇവർ വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതായത് അനിതയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കാസ്റ്റ് നോബാർ എന്ന് ഉദ്ദേശിച്ചത് ഊഞ്ചി ശ്രേണിക്ക് ജാതി നോബാർ, അതായത് വലിയ ശ്രേണിയിലുള്ള ജാതി അല്ലെങ്കിൽ ഹൈ കാസ്റ്റ് ആൾക്കാർക്ക് നോബാർ എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴും അവളുടെ അച്ഛൻ ആ ഒരു ലോവർ കാസ്റ്റ് ആൾക്കാരെ അത്രയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുകയില്ല എന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റിനെ നോക്കി കാണുന്നത് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ മനോനില മാറുന്നതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺസെപ്റ്റൊക്കെ ചേഞ്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. So if you find this video useful, don't forget to subscribe my channel and click the like button.